താഴെ ഇറങ്ങിയെന്നാ നിങ്ങൾ ഇതിന് ഫ്രണ്ടിൽ കൂടെ താഴെ ഇറങ്ങുന്നേ. നിങ്ങൾ താഴെ ഇറങ്ങിയേ. സൈഡിലോട്ട് അങ്ങ് ചവിട്ടിയാൽ മതി. അതിന് വേണ്ടി ചവിട്ടിയാൽ മതി. ഇതിലൂടെ അങ്ങ് കിട്ടത്തില്ല. താഴെ താഴെ ഇറങ്ങിട്ടോ. നല്ല സാറിനൊരു കറ്റ ഒരു കൊടുക്കാൻ സാറേ ഒന്ന് സാറിന് സാറിന് അല്ലാത്ത ഒരാൾ എനിക്ക് ഈ ഒരു അവസരത്തിന് എന്റെ കർത്തവ്യം ചെയ്തുകൂടാ എന്നൊരു താല്പര്യം പറഞ്ഞു. സാറിന് എന്നെ അറിയില്ല, എനിക്ക് സാറിനെ അറിയില്ല, ഉള്ള കാര്യം പറയാം. ഞങ്ങൾ അങ്ങനെ നീട്ടില്ല. ഇന്നാണ് ആദ്യം സാർ എനിക്കൊരു ഷെയ്ക്കാറ്റ്, ഞാനിപ്പോ വാഴസാറിന് വിട്ടത് വെച്ചാണ് ആദ്യമായിട്ട് വാഴസാറിന് എനിക്ക് ഷെയ്ക്കാറ്റ് കിട്ടുന്നത്. എനിക്ക് സാറോട് പറഞ്ഞു നമുക്ക് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണം. ഇദ്ദേഹത്തെ NSS താലൂക്ക് യൂണിയൻ വിത്ത് വിതയ്ക്കുന്നതിന് സ്കൂൾ കുട്ടികളൊക്കെ വന്ന് വളരെയധികം എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ എണീറ്റ് പോരുകയാണ്. ഈ ഉത്സവം ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് വരണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഏതായാലും കൊയ്ത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വരാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. എത്രയോ കുഞ്ഞുങ്ങളും കുട്ടികളും അമ്മമാരും കുടുംബനാഥന്മാരും സഹോദരി സഹോദരന്മാരും എല്ലാവരും അടങ്ങുന്ന ഈ ഉത്സവ വേദി എത്ര മനോഹരമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. നമ്മളെ ഇങ്ങനെ ഒരുമിപ്പിച്ച സജീവ് തന്നെ പറഞ്ഞു എനിക്കൊരു കൈ തന്നു ആദ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇതുവരെയും കൈ കൊടുക്കാത്തവർ തമ്മിൽ കൈ കൊടുത്തും ഇതുവരെയും ബന്ധിക്കാത്തവർ തമ്മിൽ ബന്ധപ്പെട്ടും എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയായി ഒരുമിച്ച് ചേരാൻ ഇടയാക്കിയ ഒരു സംരംഭമാണ് ഇവിടുത്തെ ഈ നെൽ വിതച്ചതും കൊയ്തതും എല്ലാം. ഇതിന് മീനച്ചിൽ പഞ്ചായത്തിലെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഇപ്പം നെല്ലിൻ്റെ കാര്യമെടുത്താൽ, അരിയുടെ കാര്യമെടുത്താൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 1/5 നമ്മളിപ്പോൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ഓരോ വർഷവും നെൽ കൃഷിയുടെ അളവ് കുറഞ്ഞു വരികയാണ്.
നമുക്ക് ആവശ്യമുള്ള അരി തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ നമ്മൾ കൊണ്ടുവരികയാണ്. ഭക്ഷ്യോൽപാദന വർധനവിനാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത്. ഭക്ഷ്യോൽപാദന വർധനവ് നമുക്ക് കൈവരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 1 ഇഞ്ച് ഭൂമി പോലും പാഴാക്കാതെ, കൃഷിയോഗ്യമായ 1 ഇഞ്ച് ഭൂമി പോലും പാഴാക്കാതെ എല്ലാ ഭൂമിയിലും കൃഷി ഇറക്കുക, കൃഷി ചെയ്യുക എന്നുള്ളതൊരു വലിയ ഒരു കർമ്മമായി നമ്മൾ ഏറ്റെടുക്കണം. അതിലെല്ലാവരും പങ്കുചേരണം. ഭൂ ഉടമകളും തൊഴിലാളികളും നാട്ടുകാരും എല്ലാവരും ഇതൊരു വലിയ കാര്യമായി എടുത്തുകൊണ്ട്, ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ഭൂമിയും കൃഷിയോഗ്യമാക്കി തീർക്കണം. ആ മിഷൻ ആക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ആഹ്വാനം ശ്രമിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുവാൻ മുന്നോട്ട് വന്ന മീനച്ചിൽ പഞ്ചായത്തിനെയും പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയിയെയും പഞ്ചായത്ത് അംഗങ്ങളെയും പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കട്ടെ. ആ നെൽ വിതയ്ക്കുന്നത് തന്നെ എത്ര മനോഹരമായ ഒരു പ്രക്രിയ, അത് കാണാൻ തന്നെ എത്രയോ വലിയ സന്തോഷമാണ്. അങ്ങനെ നെല്ല് വിതയ്ക്കുന്നത്, നെല്ല് കൊയ്യുന്നത്, കൊയ്ത്തിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ ആ ഒരു പാടശേഖരത്തിന് ചുറ്റും ആളുകൾ കൂടുന്നു, കൊയ്ത്ത് കാണാനിറങ്ങുന്നു, സഹകരിക്കുന്നു. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ വലിയ ഉത്സവമായിട്ട് നടന്നതാണ്. അതുപോലെ നെല്ലെന്ന് പറയുന്നത് എന്താ? നെൽമണികൾ എല്ലാ വീട്ടിലും ഒരു അറയുണ്ടായിരുന്നു. പഴയ കാലത്ത് അറയ്ക്കകത്ത് കുറച്ച് നെല്ല്, ആ നെല്ല് നമ്മൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പറ നെല്ല് ഒരു വീട്ടിലുണ്ടെങ്കിൽ സ്വർണത്തിന്റെ സ്ഥാനത്താണ്. സ്വർണത്തിന്റെ വിലയാ. ഇന്ന് അറയൊന്നുമില്ല, ഇന്ന് നെല്ലുമില്ല, അറയുമില്ല, കൃഷിയുമില്ല, ഒന്നുമില്ല. നമ്മൾ ഒരുമാതിരി അലസരായി മാറിയിട്ടുണ്ടോ എന്ന് വളരെ സംശയമാണ്. അപ്പോൾ ഇത്ര നല്ല ഒരു കൃഷിയിൽ നിന്ന്, ഗ്രാമജീവിതത്തിൽ നിന്ന്, ഗ്രാമ സംസ്കാരത്തിൽ നിന്നും നമ്മൾ വളരെയധികം വഴുതി മാറിയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ആ സംസ്കാരത്തിലേക്ക് ജനതയെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഈ കൃഷി ഇപ്പൊ ഇന്ന് തന്നെ നമ്മുടെ കൊച്ചു കുട്ടികളിൽ തന്നെ കണ്ടില്ലേ കൊയ്ത്ത് എങ്ങനെയാണ്? അവർ തന്നെ നേരിട്ട് ആ കൊയ്ത്ത് കാണുന്നു, അതിന്റെ സന്തോഷം അനുഭവിക്കുന്നു. അവർക്ക് തന്നെ ഒരു പ്രചോദനമാണ്, ആ ഭാവിയിലൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രചോദനമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ജനതയെ ഉണർത്തുന്നതിനും ഈ കൃഷിയുടെ ആ പ്രാധാന്യത്തെപ്പറ്റി എല്ലാവരെയും അനുസ്മരിപ്പിക്കുന്നതിനും കൃഷിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുന്നതിനും കഴിയുന്ന ഒരു വൻപിച്ച സംരംഭമാണ് ഇവിടെ നടന്നത്. ഈ സ്നേഹിതരെ, ഈ നന്ദുവിന്റെ കൂടെ ഞാനും പാട്ട് പാടി പഠിച്ചതാ. നന്ദുവാ എന്നെ പഠിപ്പിച്ചത്. ഒരു ദിവസം സ്റ്റാർ സിംഗറിൽ ചെന്നപ്പോൾ നന്ദു, അപ്പൊ പാലക്കാരൻ, വിളക്കുമാടൻ, മീനച്ചി, എത്ര സന്തോഷമാണ്. ഇതിപ്പോ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അറിയുന്ന ആളായി ഈ ആള് നന്ദു. അപ്പം നന്ദുവിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. നന്ദുവിന് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദുവിനെ അഭിനന്ദിക്കുന്നു. മിടുക്കനായിട്ട് ഇനിയും ശിഷ്ടകാലം കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.